മരണവീട്ടിൽ മാത്രം പാടേണ്ട പാട്ടായി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഗാനം, കുടുംബ പ്രാർത്ഥനയിലോ സഭായോഗങ്ങളിലോ പാടുവാൻ പേടിയുള്ള ഒരു ഗാനം. പാട്ടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. അറിയേണ്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഈ പാട്ടിനെ പറ്റി പറയുവാനുണ്ട്. പലരും കരുതുന്നത് പോലെ ഈ ഗാനത്തിന്റെ രചയിതാവ് വയലാർ രാമവർമ്മ അല്ല. 100-ലധികം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ ഗാനത്തിന്റെ രചയിതാവ് ഒരു മലയാളിയെ അല്ല. മലയാളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗാനം എന്ന റെക്കോർഡ് ഈ പാട്ടിനാണ്. ജർമ്മനിയിൽ നിന്ന് ഒരു മിഷണറിയായി കേരളത്തിലെത്തിയ വോൾബ്രീറ്റ് നാഗൽ അഥവാ വി നാഗൽ എന്നറിയപ്പെടുന്ന സായിപ്പാണ് ഈ പാട്ട് എഴുതിയത്. 1970 പുറത്തിറങ്ങിയ അരനാഴിക നേരം എന്ന മലയാള സിനിമയിൽ ഈ ഗാനം ഉപയോഗിക്കുകയുണ്ടായി. നാഗൽ സായിപ്പ് എഴുതിയ ചില വരികൾ സിനിമയ്ക്ക് വേണ്ടി വയലാർ മാറ്റി എഴുതി. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ട് ഓടിയിടുന്നു എന്നാണ് സായിപ്പ് എഴുതിയത്. വയലാർ അതിനെ തിരുത്തി ഞാൻ തനിയെ പോകുന്നു എന്നാക്കി. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ എന്ന വരിക്കു പകരം ആകെ അരനാഴിക നേരം മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ എന്നു മാറ്റി എഴുതി. അതുപോലെ സംഗീത സംവിധായകനായ ദേവരാജൻ മാസ്റ്റർ സായിപ്പ് നൽകിയ ഈണത്തിൽ അല്പം ചില ഭേദഗതികൾ വരുത്തിയാണ് അനുപല്ലവിയും ചരണങ്ങളും ചിട്ടപ്പെടുത്തിയത്. അങ്ങനെ ജർമ്മനിയിൽ നിന്നും കേരളത്തിലെത്തി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷകളിലൊന്നായ മലയാളം എഴുതാനും വായിക്കാനും പഠിച്ച് ആ ഭാഷയിൽ നാഗൽ സാഹിബ് എഴുതിയ ഈ കാവ്യത്തിന്റെ ക്രെഡിറ്റ് വയലാറിന്റെയും ദേവരാജൻ മാസ്റ്ററുടെയും പേരിലായിപ്പോയി. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. പിന്നീട് പതുക്കെ പതുക്കെ മരണവീടുകളിൽ മാത്രം പാടേണ്ട ഒരു ഫ്യൂണറൽ സോങ് എന്ന നിലയിൽ ഈ ഗാനം പ്രചരിക്കപ്പെട്ടു. നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രഥത്തോടാണ് സായിപ്പ് സമയത്തെ ഉപമിച്ചിരിക്കുന്നത്. രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോഴും എന്റെ രഥത്തിന്റെ ചക്രം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും രഥത്തിന്റെ ചക്രം മുൻപോട്ടോടുന്നു. ആകെ അല്പനേരം മാത്രമേ നമ്മുടെ യാത്ര തീരാൻ അവശേഷിക്കുന്നുള്ളൂ. ഓരോ ദിവസവും നാം ഉറക്കമുണരുമ്പോഴും നമ്മുടെ യാത്രയുടെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എത്ര കാവ്യാത്മകമായിട്ടാണ് സായിപ്പ് എഴുതി വച്ചിരിക്കുന്നത്. ആയിരത്തി 1914 ജർമ്മനിയിലേക്ക് മടങ്ങിപ്പോയ നാഗൽ സാഹിബിന് 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞില്ല. 1921 അദ്ദേഹത്തിന്റെ സമയമാം രഥം യാത്ര അവസാനിപ്പിച്ചു. ജീവിച്ചിരിക്കുന്നവരാണ് സമയമാം രഥത്തിൽ യാത്ര ചെയ്യുന്നത്. മരിച്ചവർ പാടുന്നില്ല, പാട്ട് കേൾക്കുന്നുമില്ല. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഈ പാട്ട് പാടുവാനുള്ള ധൈര്യവും പ്രത്യാശയും ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു.